ദൈവനാമം മഹത്വപ്പെടട്ടെ. ബെത്സീദക്കാരനാണ് ഫിലിപ്പോസ് ലീഹ. യോർദാൻ നദീതീരത്ത് യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കാൻ പോകവേ യേശുതമ്പുരാൻ ഫിലിപ്പോസ് ലീഹായെ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റു 11 ശിഷ്യന്മാരും സ്വയമേവ യേശുവിനെ അനുഗമിച്ചുവെങ്കിൽ ഫിലിപ്പോസ് ലീഹായെ യേശുതമ്പുരാൻ ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ചതാണ്. യേശുവിൻ്റെ ശിഷ്യനായ ഉടൻ തന്നെ ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായ നഥാനിയേലിനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തിൽ ഇവർക്ക് ഭക്ഷിക്കുവാനുള്ള അപ്പം എവിടെ നിന്ന് വാങ്ങുമെന്ന് യേശു ചോദിച്ചത് ഫിലിപ്പോസിനോടാണ്. യവനന്മാർ യേശുവിനെ കാണാൻ വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ അവരെ എത്തിച്ചത് ഫിലിപ്പോസും അന്ത്രയോസും ചേർന്നാണ്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞത് ഫിലിപ്പോസാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് യേശുവിൻ്റെ മറുപടി. ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ കാണുവാൻ ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതിയെന്ന് ഫിലിപ്പോസ് ലീഹ നമ്മെ പഠിപ്പിച്ചു. അനേകമിടങ്ങളിൽ ഫിലിപ്പോസ് ലീഹ സുവിശേഷം അറിയിച്ചു. ഹീരാപോലീസിൽ വെച്ച് ആ പിതാവ് രക്തസാക്ഷി മരണം വരിച്ചു. യേശുവിൻ്റെ വിളി കേട്ട് അവനെ അനുഗമിച്ച് അവനിലേക്ക് അനേകം പേരെ കൊണ്ടുവന്ന സത്യസുവിശേഷം ലോകമെങ്ങും പ്രഘോഷിച്ച ഫിലിപ്പോസ് ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നതും സത്യസുവിശേഷ വാഹികളാകണം എന്ന് തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.